അപ്പൊ ഗായ്സ് നമ്മളിത് അടുത്ത പരിപാടിക്ക് പോവാണ് ഗായ്സ്. ഇവിടുന്ന് ഞങ്ങൾ ക്ഷീണിച്ചത് കണ്ടോ. ഇനി അവിടെ എത്തുമ്പോത്തിന് എന്താണെന്ന് അറിയില്ല. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് ഞങ്ങൾ പറഞ്ഞു പാർട്ട് 2 പറഞ്ഞ മാതിരി ഈ വീഡിയോ അടുത്ത പരിപാടിക്ക് പോവാണ്. അപ്പൊ അവിടുത്തെ വിശേഷമാണ്. ഓക്കെ ഗായ്സ്, നല്ല മഴ ഗായ്സ്. അവിടെ എന്താ അവസ്ഥ അറിയില്ല. പോകുന്ന സ്ഥലം മുക്കത്തേക്കാണ്. അവിടെ നല്ല മഴ. നമുക്ക് എന്ത് മഴ അല്ലേ. അതെ ഗായ്സ്, നമ്മൾ ഹോളിലെത്തി. ജസ്റ്റിനെ കാക്കത ജസ്റ്റിൻ്റെ അമ്മ. ഇവിടെ ആരും എത്തിയില്ല കേട്ടോ. എല്ലാവരും വരുന്നുള്ളൂ. എല്ലാവരും നിക്കാഹിന് പോയിട്ട് എത്തുന്നുള്ളൂ. പെണ്ണുങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റിനൊക്കെ അവിടെ എല്ലാവരും വരുന്നുള്ളൂ. ഇന്നാണ് ഫസ്റ്റ്. ഇതാ ഗൈസ് പെണ്ണട്ടോ. ഇതാണ് ഇതറിയുന്നു കസിൻ. അതെ ശത. എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോകട്ടെ. ഞങ്ങൾ ജസ്റ്റിൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മക്കളാട്ടോ. പെണ്ണും പിന്നെ മറ്റേ ഷത, പിന്നെ ഇളക്കാക്ക, പിന്നെ ഷതൻ്റെ കാക്ക. ജസ്റ്റിനെ ഭയങ്കര ബിസിയാണ് ഗൈസ് ഫോട്ടോ എടുക്കുന്നതിൽ. നിങ്ങൾ പോയില്ലേ ഫോട്ടോ എടുക്കാൻ? നിങ്ങൾ പോയില്ലേ? എല്ലാരെയും ഫോട്ടോ ഫോട്ടോഗ്രാഫർ ഭയങ്കര ആത്മാർത്ഥതയുള്ള ആളാണ്. പെണ്ണിൻ്റെ അമ്മ. അങ്ങനെ പെണ്ണ് പുറത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നതാട്ടോ ഹോളിനെ. ആ വന്നതക്കത്തിന് എല്ലാവരും കയറി കുറേ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടോ. ചെക്കൻ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും, അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചെക്കൻ വന്നിട്ടോ. ചെക്കനും ചെക്കൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ സ്റ്റേജിൻ്റെ അവിടേക്ക് നടന്ന് അങ്ങനെ ഫോട്ടോഗ്രാഫർ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കേണ്ട പോസ് ചെയ്യാനോ അങ്ങനെ എന്തൊക്കെയോ ആണ് പറയുന്നത്. അങ്ങനെ ചെക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഇരുന്ന് പിന്നെ ചെക്കനെ നേരെ സ്റ്റേജിലേക്ക് കയറ്റിട്ടോ. ജസ്റ്റിൻ്റെ കാട്ടോ സ്റ്റേജിലേക്ക് കയറ്റിയിരുത്തിയത്. അങ്ങനെ ചെക്കൻ അവിടെ ഇരുന്നപ്പോൾ പിന്നെ പെണ്ണിൻ്റെ എൻട്രി ആണല്ലോ. അപ്പോൾ പെണ്ണിനെതാ ഇവരെല്ലാവരും കസിൻസ് എല്ലാവരും സെറ്റാക്കാം. അങ്ങനെ ഓരോ ജസ്റ്റിൻ്റെ കസിൻസ് ഓരെല്ലാവരും കൂടെ പെണ്ണിനെ നേരെ സ്റ്റേജിലേക്ക് കയറ്റിട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ പാട്ട് ഞാൻ ഇവിടെ ഇട്ടാൽ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ പാട്ടൊന്നും ഇവിടെ ഇടുന്നില്ല കേട്ടോ. അങ്ങനെ ഓരെല്ലാവരും കൂടെ നേരെ പെണ്ണിനെ കയറ്റി. ജസ്റ്റിൻ്റെ കാക്കിയും അങ്ങനെ ഓളെ കസിൻ ബ്രദേഴ്സും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു കുറേ അങ്ങനെ എല്ലാവരും കൂടെ ഓളെ കയറ്റി. ഞാനും ഉമ്മയൊക്കെ ബാക്കിലാട്ടോ ഇരുന്നത്. ഫ്രണ്ടിൽ പോയി ഇരിക്കാൻ പറ്റിയില്ല. ഫോട്ടോഗ്രാഫർ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഭയങ്കര പോസ്റ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജസ്റ്റിൻ്റെ കാക്കിയും വേറൊരു ബ്രദറും കൂടെ ചെക്കനെ ഏൽപ്പിച്ചിട്ടോ പെണ്ണിനെ. അങ്ങനെ ഒരു ബുക്കൊക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ പാട്ട് വരുമ്പോഴാണ് അതിനൊരു ഗുമ്മുണ്ടാവുക. പക്ഷേങ്കിൽ എന്തോ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ്. പിന്നെ ജസ്റ്റിൻ്റെ കാക്ക ഓരോ പോസ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കൊടുക്ക് ബൊക്ക അങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കന് കുറച്ച് ഒരു നാണൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഒരു അങ്ങനെ ഫോട്ടോഗ്രാഫർ പറഞ്ഞ് നിന്നോ അങ്ങനെ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവരെ കളി കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു നാണൊക്കെ വരും, സ്വാഭാവികം. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഓരവിടെ ആക്കിയാണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി വന്നിട്ടോ. അപ്പോൾ ലാസ്റ്റ് അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ചെക്കനും ബൊക്കെ അവൾക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ലാസ്റ്റ് അങ്ങനെയൊക്കെ കൊടുത്ത് സെറ്റായി നല്ല ഫോട്ടോ എടുക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കടന്നു. അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോകാം കേട്ടോ. പെണ്ണിന് ഭയങ്കര ചിരിയാട്ടോ. വന്നത് മുതലേ ചിരിയാണ്. മാഷാ അല്ലാഹ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ ഓരോ ഫോട്ടോഷൂട്ട് ഒരുവിധം കഴിഞ്ഞപ്പം പിന്നെ പെണ്ണിനുള്ള ഹാമ്പറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ചെക്കൻ്റെ വീട്ടുകാർ വരിക കേട്ടോ. പെണ്ണുങ്ങൾ ഈ നിക്കാഹും എൻഗേജ്മെൻറ്റും ഒരേ ദിവസമായതുകൊണ്ട് തന്നെ ഈ ഒരു ഹാമ്പറൊക്കെ ഇന്നാണ് കൊടുത്തത്. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ടോ.
സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ അതാ ചെക്കൻ്റെ 2 പെങ്ങന്മാരും പിന്നെ ഒരു പെങ്ങളെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇമ്മയും ഇപ്പയും പിന്നെ 2 പെങ്ങന്മാരും ഒരു പെങ്ങളെ ഹസ്ബൻഡും ആട്ടോ ഉള്ളത്. അങ്ങനെ അതാ മഹർ കെട്ടാൻ വേണ്ടിയിട്ട് ചെക്കൻ മഹറൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതാ മാലീനൊക്കെ വിളിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ സ്റ്റേജിൻ്റെ മുകളിൽ. നല്ല ടെൻഷനുണ്ട് രണ്ടാളെ മുഖത്ത് നോക്കിയാൽ അറിയാം. ആ ഒരു ടൈമിലുണ്ടാവുമല്ലോ. അപ്പോൾ അതാ പെണ്ണിൻ്റെ ബ്രദറാട്ടോ അപ്പോൾ കയറി വന്നത്. ഓനെ കുറേ നേരമായി അവർ തിരഞ്ഞെടുക്കുന്നത്. ലാസ്റ്റ് ഓനെയും കിട്ടി. അങ്ങനെ എല്ലാവരും കയറി നിൽക്കുകയാണ് കേട്ടോ. ജസ്നേൻ്റെ ഉപ്പയും ഉമ്മയും പിന്നെ ഓരോ മൂത്താപ്പന്മാരും അങ്ങനെ ആർക്കും ഉണ്ട് സ്റ്റേജ് മേലെ, എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ എല്ലാവരും കയറി നിന്ന് മഹർ കെട്ടേണ്ട എങ്ങനെയാണെന്ന് ചെക്കൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഓരൊക്കെ കൂടെ എങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ചെക്കൻ ലാസ്റ്റ് മഹർ കെട്ടിട്ടോ. അങ്ങനെ നിക്കാഹ് പള്ളിയിൽ നിന്നായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ജസ്റ്റ് മഹർ കെട്ടാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ നേരെ വന്നങ്ങാണ്ട് മഹർ കെട്ടലും കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ വന്നിരുന്നതാണ്, അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായി കിട്ടിയത്. അല്ല ബാക്കിൽ ഇരുന്നാൽ ഫുള്ള് ആളുകളെ കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നതാട്ടോ ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്ന പിന്നെ ഫുൾ ബിസി ആയിരുന്നു. ഓളെ ഫാമിലിയിലുള്ള നിക്കാഹ് ആയതുകൊണ്ട് തന്നെ ഓൾ അവിടെയും ഇവിടെ ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഹർ കെട്ടലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ നിന്നട്ടോ. ഓല ഫാമിലിയും പെണ്ണിൻ്റെ ഫാമിലിയും ചെക്കൻ്റെ ഫാമിലിയും എല്ലാവരും കൂടെ ഇരുന്നിട്ട്. ഫോട്ടോഗ്രാഫറിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഫോട്ടോഗ്രാഫർ കേട്ടോ. ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അടിപൊളിയായിട്ട് നിർത്തിങ്ങാണ്ട് ഫോട്ടോസൊക്കെ എടുക്കും. നല്ല ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. ഫോട്ടോ കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഓരോ ഫാമിലി ഇറങ്ങിയപ്പോൾ പിന്നെ ജസ്നൻ്റെ കാക്കിയും പിന്നെ ഓരോ കസിനും അങ്ങനെ കസിൻസ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ കയറി. പിന്നെ കസിൻ്റെ കല്യാണം ഉണ്ടാകുമ്പോൾ പിന്നെ ഭയങ്കര ഒരു സന്തോഷം, നല്ല ജഗബൊക്കെ ആയിക്കല്ലോ എല്ലാവർക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഓരെല്ലാവരും കൂടെ പോയി ഇരുന്നും കണ്ട് ഫോട്ടോ എടുക്കാൻ കയറി. അങ്ങനെ കസിൻസിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മാലിനെ വിളിച്ചിട്ടോ. മാലി പിന്നെ ഓരോ മൂത്താപ്പയും അങ്ങനെ ഓരോ ഫാമിലിയിലെ വേറെ ആളുകളൊക്കെ വിളിച്ചിരുത്തി ഒരു ഫോട്ടോ എടുക്കുക. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ തിരക്കായിട്ടോ. ടൈം എത്രയോ ആയി, നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങളെ ഫസ്റ്റ് പോലെ ഇരുത്തിയിട്ടോ, നമുക്ക് വേഗം പോകേണ്ടതുകൊണ്ട്. അപ്പം നല്ല ബീഫും കാടയും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം പോകാനുണ്ടായതുകൊണ്ട് തന്നെ നല്ല ഇരുടായിരിക്കുന്നത്, പുറത്ത് കാണാൻ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഉള്ളിൽ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേഗം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇരുന്നിട്ടോ. അവിടെ പരിപാടിയൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക വേഗം ഫസ്റ്റ് ഇരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഗൈസ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്ന് എത്രയുള്ളൂ. ഓക്കെ ബൈ ഗൈസ്.